ദൈവത്തിന്റെ വചനം. ആമേൻ, ഹല്ലേലൂയ. അത് ഷെയർ ചെയ്യുവാനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വലിയ സമയമൊന്നും കിട്ടുന്നില്ലെങ്കിലും അത് ഷെയർ ചെയ്യുവാനായിട്ട് ഹല്ലേലൂയ ഉള്ള സന്തോഷം എന്ന് പറയുന്ന ഒന്ന് വലുത് തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. ജീവനുള്ള വചനം തന്ന് നമ്മെ പോഷിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇന്ന് യേശു ക്രിസ്തുവിനെ നമുക്ക് ഹല്ലേലൂയ കാണുന്നില്ലെങ്കിലും ഈ വചനം വായിച്ചാൽ അവനെ പൂർണ്ണമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ആ വചനമായിട്ട് നിൽക്കാൻ കർത്താവ് ഹല്ലേലൂയ അടിയനെ ഇവിടെ ആക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് കേൾക്കുവാനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആമേൻ. നമുക്ക് കുറിവാക്യമായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയതാ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം ഉൾപ്പെടൽപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുക്കുവാനുമാക്കി അയച്ചു. അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്ന പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരുമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. ആമേൻ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനാണ് ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങനെ വചനവുമായിട്ട് അടുത്തു വരുവാൻ അടിയങ്ങൾക്ക് ഓരോരുത്തരും നല്ല സമയത്തെ ഓർത്ത് മഹത്വപ്പെടുത്തുകയാണ്. അത് കർത്താവിന്റെ ആത്മാവിൽ ശരണപ്പെട്ടുകൊണ്ട് നിന്റെ മക്കൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം അടിയനെ ബലപ്പെടുത്തണം. തിരുനാം മഹത്വമെടുക്കണം. കേൾക്കുന്നവർക്ക് അതൊരു അനുഗ്രഹമാക്കി മാറ്റിയാവട്ടെ. പ്രാർത്ഥനകടനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ മാറ്റമില്ലാത്ത നാമത്തിൽ തന്നെ. ആമേൻ. നമ്മളിപ്പോൾ വായിച്ചു കേട്ട ആ വേദഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേദഭാഗമാണ്. നമുക്ക് വളരെയധികം സുപരിചിതമായ വേദഭാഗമാണെങ്കിലും സ്റ്റെഫാനോസ് തൻ്റെ അവസാനത്തെ പ്രസംഗമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അതിലെ വാക്കുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പ്രത്യേകമായിട്ട് എടുക്കേണ്ടതാണ്. ഇത് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് പോലെ വളരെ ആശ്വാസത്തോടെ നിങ്ങളെല്ലാം എന്നെ സ്നേഹിക്കുന്നവരാണ്. നിങ്ങളുടെ മുന്നിൽ ദൈവവചനവുമായി നിൽക്കുന്നത് പോലെയല്ല അന്ന് സ്റ്റീഫൻ ഈ ദൈവവചനവുമായിട്ട് നിന്നത്. അവൻ നിന്നത് തന്നെ ഹല്ലേലൂയ ജയിലിലിട്ടതിന് ശേഷം തനിക്ക് വിരോധമായിട്ട് ഹല്ലേലൂയ തന്നെ കൊല്ലുവാനായിട്ട് കൊണ്ടുപോകുന്ന ആ സമയത്ത് ഹല്ലേലൂയ അവരോട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളായത്. ഞാൻ നിങ്ങളെല്ലാം എന്നെ സ്നേഹിക്കുന്നവർ, അതുകൊണ്ട് വളരെ സന്തോഷത്തോടാണ് പറയുന്നത്. എന്നാൽ സ്റ്റീഫനെ സംബന്ധിച്ചിടത്തോളം, സ്റ്റെഫാനോസിനെ സംബന്ധിച്ചിടത്തോളം അത് പറയാതിരിക്കാൻ കഴിയത്തില്ലായിരുന്നു. ആമേൻ. അത്രയും വിലയേറിയ വാക്കുകളായിരുന്നു. ഹല്ലേലൂയ. ചുരുക്കിയ ഹല്ലേലൂയ സമയം കൊണ്ട് ഒരു പ്രസംഗമേ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുള്ളൂ. എന്നാൽ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചിലത് എന്നെ ചിന്തിപ്പിക്കുവാനിടയായിട്ടുള്ളൂ. ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നു അത് നമുക്ക് അനുഗ്രഹമായിരിക്കും. ആമേൻ. 35-ാം വാക്യം പറയുന്നു, നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. നമുക്കൊരു വിടുതലായിരിക്കും. സ്തോത്രം. പ്രാർത്ഥനയോടെ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ നാം ഇന്ന് ദൈവസന്നിധിയിലായിരുന്നാണ്. ഈ വാക്യം പറയുന്നതിന് മുന്നേ നമുക്ക് 25-ാം വാക്യം നാം എടുക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കും എന്ന് അവൻ നിരൂപിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. മോശ ഏകദേശം 40 വർഷക്കാലം ഫറവോന്റെ കൊട്ടാരത്തിൽ താമസിച്ചതിന് ശേഷം, അവിടുത്തെ വിദ്യയെല്ലാം പഠിച്ചതിന് ശേഷം താൻ ഹല്ലേലൂയ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു ചിന്തയോടുകൂടിയാണ് ഇറങ്ങിയത്. ഈ 25-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കും എന്ന് അവൻ നിരൂപിച്ചു. എന്നാൽ അതിന്റെ അടുത്ത വാക്യം പറയുന്നു, എങ്കിലും അവർ ഗ്രഹിച്ചില്ല. താൻ ദൈവത്തിൽ ആശ്രയിച്ച് നിരൂപിച്ച നിരൂപണങ്ങൾ തെറ്റ് എന്ന് ആ സഹോദരന്മാർ അവനോട്
പറയുകയാണ്. അവർ അത് ഗ്രഹിച്ചില്ല. താൻ മുഖാന്തരം രക്ഷ ലഭിക്കുമെന്ന് മോശ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചതാണ്. എന്നാൽ അവർ അത് ഗ്രഹിച്ചില്ല. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ 30 മുതൽ വാക്യങ്ങൾ. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദേവദൂതൻ മുൾപടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മോശ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു. സൂക്ഷിച്ചു നോക്കുവാൻ അടുത്തു ചെല്ലുമ്പോൾ, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു എന്ന് കർത്താവിന്റെ ശബ്ദം കേട്ടു. മോശ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല. കർത്താവ് അവനോട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളക. മിസ്രയീമിൽ എന്റെ ജനത്തിന്റെ പീഡ ഞാൻ കണ്ടു അവരുടെ ഞെരുക്കവും കേട്ടു. അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. അതിന് 29-ാം വാക്യത്തിൽ പറയുകയാണ്, താൻ ഇവർ എന്നെ ഗ്രഹിക്കും, ഞാൻ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് വിടുതൽ ലഭിക്കും എന്ന് നിരൂപിച്ചാണ് മോശ ഇറങ്ങിയതെങ്കിലും അവർ അത് ഗ്രഹിച്ചില്ല. അതിന് വിപരീതമായിട്ട് എന്ത് സംഭവിച്ചു? അവൻ മിദ്യാനിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. അവിടെ ഒരു പരദേശിയായിട്ട് താമസിക്കേണ്ടി വന്നു 40ഓളം വർഷക്കാലം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് തോന്നും, ഇപ്രകാരമുള്ള സാഹചര്യങ്ങളാണ്, എനിക്ക് ദൈവത്തിൽ നിന്ന് ആലോചന ലഭിച്ചതാണ്, ഞാൻ അത് കൈപിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് ഇറങ്ങിയത്. എന്നാൽ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിന് ഒത്തവണ്ണം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ടാകത്തില്ല. മോശയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ നല്ല ഫോക്കസോട് കൂടെയാണ് അവൻ ഇറങ്ങിയത്. എന്നാൽ താൻ ചിന്തിച്ചതിന് വിപരീതമായിട്ട് തന്നിലൂടെ രക്ഷ അവർക്ക് ലഭിക്കും എന്ന് ചിന്തിച്ചതാണ്. അതിന് വിപരീതമായിട്ട് രക്ഷ ലഭിക്കത്തില്ല, വേറെ ആരുടെയും കൂടെ രക്ഷ ലഭിച്ചേക്കും. എന്നാലും തനിക്ക് അവിടെ ഫറവോന്റെ കൊട്ടാരത്തിൽ ജീവിക്കാനുള്ള ഒരു അവസരമെങ്കിലും തിരിച്ചു കിട്ടിയേക്കും എന്ന് മോശ ഒരുപക്ഷെ ചിന്തിച്ചേക്കും. എന്നാൽ അവൻ അതും ലഭിച്ചില്ല. മറിച്ച് ആ ദേശത്തു നിന്നും ഓടിപ്പോകേണ്ട ഒരു സാഹചര്യമാണ്. അട്ടർ ഫെയിലിയർ എന്ന് വേണം നമുക്ക് പറയുവാനായിട്ട്. ഹല്ലേലൂയ. ഒരു പരദേശിയായിട്ട് എവിടെ 40 വർഷക്കാലം ഫറവോന്റെ കൊട്ടാരത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ ജീവിച്ച വ്യക്തി അടുത്ത നിമിഷം ഒരു പരദേശിയായിട്ട് മിദ്യാനിൽ ആയിരിക്കുന്ന അവസ്ഥ. എന്നാൽ ദൈവം അവനെ വിട്ടില്ല. 30 മുതൽ വാക്യങ്ങൾ നാം വായിച്ചപ്പോൾ മനസ്സിലായി, ഒരു 40 ആണ്ട് കഴിഞ്ഞപ്പോൾ, 40 വർഷം കഴിഞ്ഞപ്പോൾ അഗ്നിജ്വാല, ഹല്ലേലൂയ, അവൻ കാണുവാനിടയായി തീർന്നു. ഇങ്ങനെ പറയുന്നു, സീനായ് മലയുടെ മരുഭൂമിയിൽ ദൈവദൂതൻ മുൾപടർപ്പിലെ അഗ്നിജ്വാലയിൽ അവനെ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. അതിന്റെ 32-ാം വാക്യം പറയുകയാണ്, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു എന്ന് കർത്താവിന്റെ ശബ്ദം കേട്ടു. മോശ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല. കർത്താവ് അവനോട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളക. മിസ്രയീമിൽ എന്റെ ജനത്തിന്റെ പീഡ ഞാൻ കണ്ടു അവരുടെ ഞെരുക്കവും കേട്ടു. അവരെ വിടുവിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കും എന്ന് പറഞ്ഞു. 40 ആണ്ടുകൾ, 1 വർഷമല്ല 2 വർഷമല്ല, ഓടിപ്പോയി പരദേശിയായി പാർക്കുന്നു. ഇപ്പോൾ ആടുകളെ മേയ്ക്കുന്ന ജോലിയാണ്. 40 വർഷക്കാലം കഴിഞ്ഞു, ഇനി ഒരു പ്രത്യാശയും ഇല്ല എന്ന് ചിന്തിച്ചെടുത്ത് ഹല്ലേലൂയ, അവനെ മുൾപടർപ്പിൽ പ്രത്യക്ഷനായ ഒരു ദൂതൻ മതിയായിരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരു പ്രത്യാശയുമില്ല എന്ന് പറയുന്നിടത്ത്, ഹല്ലേലൂയ, ഇനി ഒരു തിരിച്ചു വരവ് ഇല്ല, ഒരു മടക്കയാത്ര ഇല്ല എന്ന് പറയുന്നിടത്ത്, ഹല്ലേലൂയ, ഈ മോശയെ സ്തോത്രം തിരിച്ചയക്കുവാനായിട്ട് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. അവൻ തന്റെ ജനത്തിനു വേണ്ടി ഒരു രക്ഷകനെ, ഹല്ലേലൂയ, തന്റെ ജനത്തെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന്, ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ഒരു മോശയെ കണ്ട് അവൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ 40 വർഷം ദൈവസന്നിധിയിലെ, ഹല്ലേലൂയ, ഒന്നുമല്ല.
നമുക്ക് ഒരുപക്ഷെ അത് വലിയ ഗ്യാപ്പായിരിക്കും. ഒരുപക്ഷെ ഹല്ലേലൂയ ഇനി ഒരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത ഹല്ലേലൂയ ഒരു സാഹചര്യമായിരിക്കും. എന്നാൽ ദൈവം ഹല്ലേലൂയ മോശയ്ക്ക് അങ്ങനെയല്ല. കാരണം തന്റെ ജനത്തിനു വേണ്ടി മോശ ജനിച്ചപ്പോൾ തന്നെ അവൻ ദിവ്യസുന്ദരനായി കാണപ്പെട്ട ഒരുത്തനാണ്. അതുകൊണ്ട് അവനെ കുറിച്ച് ചില ഉദ്ദേശങ്ങൾ ദൈവത്തിനുണ്ട്. തന്റെ ജനത്തിന്റെ കഷ്ടങ്ങൾ, തന്റെ ജനത്തിന്റെ പ്രയാസങ്ങൾ, അടിമവേല ഇത് കണ്ടപ്പോൾ ഹല്ലേലൂയ ദൈവം ഒരുവനെ കണ്ടതാ മോശ എന്ന് പറയുന്നത്. എന്നാൽ തന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നോക്കുമ്പോൾ ഞാൻ ഹല്ലേലൂയ ഞാൻ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയത്. എന്നാൽ ജനം എന്നെ ആക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ ഓടിപ്പോകേണ്ടി വന്നു. 40 വർഷം കഴിഞ്ഞു. എന്നാൽ അതിന്റെ അപ്പുറം ദൈവം ഹല്ലേലൂയ ഒരു മുൾപടർപ്പിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു തീയുടെ രൂപത്തിൽ അവനെ പ്രത്യക്ഷനായി. അവൻ മുൾപടർപ്പ് കണ്ടു. അത് കത്തിപ്പോകുന്നു, അത് കത്തുന്നുണ്ട്. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. ഈ മുൾപടർപ്പ് എന്താകുന്നില്ല, അത് വെന്തുപോകുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ചില അതിശയകരമായ കാര്യങ്ങൾ അവൻ നമ്മുടെ ജീവിതത്തിൽ അവൻ കാണിക്കുന്ന നാളുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമുക്ക് തോന്നും ഞാൻ നിരാശനാണ്, ഞാൻ ഓടിപ്പോകുന്നവനാണ്. ഇപ്പോൾ 40 വർഷം കഴിഞ്ഞു. ജനത്തെ വിടുവിക്കുമെന്ന് വിചാരിച്ചെടുത്ത് വലിയ ജനത്തെ ഹല്ലേലൂയ കൂട്ടം കൂട്ടമായി ഞാൻ കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിച്ചെടുത്ത ദൈവത്തിന്റെ ആലോചനയായിരുന്നു. ഇപ്പോൾ ഞാൻ കൂട്ടം കൂട്ടമായി ആടുകളെ മേയ്ക്കുക. ഹല്ലേലൂയ സ്തോത്രം. എന്ന് തോന്നിയാലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഒരു വലിയ ജനത്തെ മേയ്ക്കുന്നിടത്ത് ഞാനിപ്പോൾ വെറും ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ ആയിരുന്നാലും നമ്മുടെ ദൈവം നമ്മെ വിളിച്ചിറക്കിയ ദൈവമാണ്. അവൻ നമ്മെ കാണുന്ന ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. മോശ, നമുക്ക് തോന്നും മോശ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചിലപ്പോൾ ഇറങ്ങിയതായിരിക്കും, നിനക്ക് തോന്നിയതായിരിക്കും നീ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നീ ജനത്തെ മേയ്ക്കേണ്ട ആളാണെന്ന്. അതുകൊണ്ടാണ് എനിക്ക് ഇതെല്ലാം വന്നതെന്ന് ചിലപ്പോൾ കൂടെ നിന്നവരും കുറ്റം പറഞ്ഞതാണ്, മിരിയാമും ചിലപ്പോൾ പറഞ്ഞതാണ്. സ്തോത്രം. എന്നാൽ മോശ അങ്ങനെയല്ലായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ എബ്രായർ ലേഖനത്തിന്റെ 11-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കതറിയാം. എബ്രായർ വിശ്വാസത്താൽ മോശ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ആമേൻ. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. ആമേൻ. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ അവൻ മിസ്രയീമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയത് എന്ന് എണ്ണിയിട്ട ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്നെ ദൈവം വിടുമോ പിന്നെ? ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ യേശു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുന്നമേ അവൻ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചത് യേശുവിനെ കണ്ടുകൊണ്ടാണ്. യേശുവിന്റെ നിന്ന അത് വലിയത്. ഹല്ലേലൂയ. മിസ്രയീമിന്റെ നിക്ഷേപത്തെക്കാൾ യേശുവിന്റെ നിന്ന വലിയത് എന്ന് എണ്ണിയ മോശയെ നീ 40 വർഷം നഷ്ടപ്പെട്ടെന്ന് തോന്നിയാലും ഹല്ലേലൂയ ഒരു ജനത്തെ മേയ്ക്കുന്നിടത്ത് നീ ഇന്ന് ആടുകളെ മേയ്ക്കേണ്ടി വന്നാലും നിന്റെ ദൈവം നിന്നെ വിട്ടിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. യേശുവിനെ കണ്ടുകൊണ്ട് ഇറങ്ങിയവരാരും നഷ്ടപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ അവർക്ക് നഷ്ടം വന്നിട്ടില്ല. ഹല്ലേലൂയ. മോശ പറയുകയാണ് 27 വാക്യം, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. അവൻ അന്ന് പോകുന്നതിന്റെ കാരണം അവനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. സ്തോത്രം. അവൻ യേശുവിനെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം അതിന് കൃത്യസമയം വന്നപ്പോൾ അവൻ ഹല്ലേലൂയ മോശയ്ക്ക് പ്രത്യക്ഷനായി. അവൻ പറഞ്ഞു സ്തോത്രം. നാം വായിച്ച വാക്കുകൾ അതായിരുന്നു. സ്തെഫാനോസ് ഹല്ലേലൂയ മരണം മുന്നിൽ കണ്ടുകൊണ്ട് വിളിച്ചു പറയുന്നത് ഇതാണ്. ഒരു മോശ എന്നുള്ള വ്യക്തി ഉണ്ടായിരുന്നു. അവൻ ഹല്ലേലൂയ ഓടിപ്പോയവനായിരുന്നു. അവൻ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചവനായിരുന്നു. എന്നാൽ ദൈവം അവനെ വിളിച്ചതാണ്. അതുകൊണ്ട് അവൻ ഒരിക്കലും നഷ്ടപ്പെടുവാൻ ദൈവം ഇടവരുത്തിയില്ല. 35:7 അപ്പോസ്തലപ്രവൃത്തിയിലെ 7:35
ഹല്ലേലൂയ. ഇങ്ങനെ സ്തെഫാനോസ് വിളിച്ചു പറയുകയാണ്, ഒരു ദൂതൻ അവൻ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ ദൂതൻ മുഖാന്തരം അവൻ എന്തായി തീർന്നു? സ്തോത്രം. അവൻ തള്ളിപ്പറഞ്ഞ ഈ മോശയെ നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാൽ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി വെച്ചു. ഹല്ലേലൂയ. ആര്? ഹല്ലേലൂയ. നിനക്ക് നിന്നെ ഞങ്ങൾക്ക് അധികാരിയാക്കി വെച്ചു എന്ന് ചോദിച്ചെടുത്ത് ദൈവദൂതന്റെ ഒരു ഒറ്റ സാന്നിധ്യം മതിയായിരുന്നു അവനെ എന്താക്കി തീർക്കുവാൻ. തിരിച്ചയക്കുക മാത്രമല്ല, അവനെ അധികാരിയും, ഹല്ലേലൂയ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, വീണ്ടെടുപ്പുകാരനും ആക്കി വെച്ചു. ദൈവമക്കളെ, ഹല്ലേലൂയ, എത്ര താഴ്ന്നു പോയിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാലും, എത്ര നിരാശ എന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, നമുക്ക് ആവശ്യം നമ്മുടെ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം മാത്രം. ഹല്ലേലൂയ. എന്ത് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാലും അതിനെ മുഴുവനായിട്ടും തിരിച്ചു തരുവാനായിട്ട്, ഹല്ലേലൂയ, അതിനെ മുഴുവനും ദൈവത്തിന്റെ, ഹല്ലേലൂയ, ഇടപ്രകാരം തിരിച്ചേൽപ്പിക്കുവാനായിട്ട് നമ്മുടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. പ്രത്യക്ഷപ്പെട്ട ദൂതൻ മുഖാന്തരം നിന്നെ ആരാ ഞങ്ങൾക്ക് അധികാരിയാക്കി വെച്ചത് എന്ന് ചോദിച്ച സ്ഥാനത്ത് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി വെച്ചു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഈ ഭാഗം പുറപ്പാട് പുസ്തകത്തിൽ നോക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 6-ാം വാക്യം. ഞാൻ അബ്രാഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മതി. അതിന്റെ 15-ാം വാക്യം. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രാഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. 16. നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട്, അബ്രാഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത്, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ അവൻ നിങ്ങളോട് ചെയ്തതിനെ സന്ദർശിക്കുന്നു. ഇവിടെ ആ മുൾപ്പടർപ്പിൽ വെച്ച് ദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷനായപ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 3 പ്രാവശ്യം പറയുകയാണ്. ഹല്ലേലൂയ. അതിന്റെ 6-ാം വാക്യം, അതിന്റെ 15-ാം വാക്യം, 16-ാം വാക്യം പറയുകയാണ്, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. തോറ്റോടി ഏറ്റവും റിജക്റ്റഡ് ആയിട്ട് ഇനിയൊരു ഹോപ്പുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന, ഹല്ലേലൂയ, മോശയ്ക്ക് കൊടുക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല വാക്കുകളാണ് ദൈവം അന്നേരം കൊടുക്കുക. അല്ലെ, സ്തോത്രം. ആ മോശയോട് പറയുകയാണ്, നീ ആടുകളെ മേയ്ക്കുന്നത് കൊണ്ട് നിരാശപ്പെടേണ്ട, നീ പരദേശിയായി പാർക്കുന്നത് കൊണ്ട് നിരാശപ്പെടേണ്ട, നിനക്ക് പറ്റിയ നല്ല വാക്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നിന്നോട് പറയുകയാണ്, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വാക്യം തന്നെ യേശു ക്രിസ്തു തന്റെ സുവിശേഷ കാലത്ത്, തന്റെ അന്നത്തെ 3.5 വർഷത്തെ തന്റെ പരസ്യ ജീവിതത്തില് ഈ വാക്ക് ഉപയോഗിച്ചതായിട്ട് മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷങ്ങളിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും മാറ്റമില്ലാത്തതാണ്. ആ സാഹചര്യം ഒരു ഭാഗം മാത്രം നമുക്ക് വായിക്കാം. മാത്യു അതിന്റെ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 31-ഉം 32-ഉം വാക്യങ്ങൾ വായിച്ചാണ്. ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. ആമേൻ. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല. ആമേൻ. ഇവിടെ പറയുന്ന സാഹചര്യം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ 3 വേദഭാഗവും ഒരുപോലെയാ സൂചിപ്പിക്കുന്നത്. അവിടെ ഈ വാക്യം ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല, മരിച്ചവർ കഴിഞ്ഞുപോയി, ഇനി അവരെ കൊണ്ട് ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലയളവിൽ യേശു എടുത്തു പറയുന്ന ഒരു വാക്യമാണ്, ഞാൻ അബ്രഹാമിന്റെയും
ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണെന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് വെച്ചാൽ, സ്തോത്രം, മോശെ അന്ന് മരിച്ചു എന്ന് വിചാരിച്ചതാണ്. മോശെ ഇനി ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് വിചാരിച്ചതാണ്. ഹല്ലേലൂയ. അവൻ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം തീർന്നു എന്ന് വിചാരിച്ച സമയത്ത് ദൈവം പറഞ്ഞത്, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണെന്ന്. അതുകൊണ്ട് ഈ 3 സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ, മരിച്ചവരുടെ പുനരുദ്ധാനം ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാ ഈ വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്ത് നമ്മുടെ യേശു ക്രിസ്തു പറഞ്ഞു. ഹല്ലേലൂയ. പറയുന്നതിന്റെ കാര്യം ഇതാണ്, ഹല്ലേലൂയ, അവൻ ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഹല്ലേലൂയ. അബ്രഹാം, ഹല്ലേലൂയ, അവൻ മരിച്ചു പോയതായിട്ട് നിനക്കറിയാം, എന്നാൽ അവൻ എന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇസ്ഹാക്ക് ജീവിക്കുന്നു, യാക്കോബ് ജീവിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ മരിച്ചവരുടെ ദൈവം അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരുപക്ഷെ മോശെ വിചാരിക്കും, ഹല്ലേലൂയ, ഇനി എന്നെ കൊണ്ട് ഒന്നും കഴിയത്തില്ല, എന്നാൽ എന്റെ സ്വന്തം ശക്തിയും ചിന്തയും ഉപയോഗിച്ച് ഞാൻ ഇറങ്ങി തിരിച്ചതാ. എന്നാൽ മോശെ, നീ നിന്റെ ശക്തിയും നിന്റെ കഴിവും മാത്രം കണ്ടാൽ പോരാ, ഞാൻ ആരാണെന്ന് കൂടെ നീ ഒന്ന് അറിയേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. 40 വർഷം അവനെ അകറ്റി നിർത്തി, 40 വർഷം ആടുകളെ മേയ്ക്കുന്ന ജോലി കൊടുത്ത് അവനെ ചിലത് പഠിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഹല്ലേലൂയ. നിന്റെ ശക്തി കൊണ്ട് അവൻ വിചാരിച്ചു, ഞാൻ അങ്ങ് ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, അവനെ ആക്സെപ്റ്റ് ചെയ്യും, എന്നാൽ ചിലത് കഴിയും. കാരണം മറ്റാർക്കും ഒരു ഇസ്രായേൽ പൗരനും ലഭിക്കാത്തതായ 40 വർഷത്തെ ഫറവോന്റെ കൊട്ടാരത്തിലെ സകല വിദ്യകളും ഞാൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നാൽ കഴിയും എന്ന് നീ ചിന്തിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം പറയുകയാണ്, നിന്റെ കഴിവല്ല ഞാൻ ഇപ്പോൾ നിന്നെ അറിയിക്കാൻ വന്നത്, ഞാൻ ആരാണ് എന്ന് നീ ഒന്ന് അറിയണം. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോൾ കണ്ടില്ലേ, നീ നിന്റെ കഴിവും കൊണ്ട് ഇറങ്ങി തിരിച്ചതാ. നീ വിചാരിച്ചു നിന്നാൽ സാധ്യമാകുന്നു, എന്നാൽ ഇപ്പോൾ മരിച്ച അവസ്ഥയല്ലേ. ഈ അവസ്ഥയിൽ നിന്ന് നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ, ഹല്ലേലൂയ, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നാം പലതും ചിന്തിക്കുന്നുണ്ടായിരിക്കും. ആ കഴിവുകൾ, ഹല്ലേലൂയ, ഒരു പക്ഷേ നാം ചിന്തിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാതിരിക്കുന്ന സംഘർഷ അവസ്ഥയായിരിക്കും. എന്നാൽ ഭാരപ്പെടേണ്ട, നാം ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി, നമ്മുടെ ദൈവം ആരാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാണ്? അവൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ഹല്ലേലൂയ. അവൻ മരിച്ചവരുടെ ദൈവമല്ല. സ്തോത്രം. മോശെ, നീ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ അബ്രഹാമിനെ ചില വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. അവനെ നീ ഇന്ന് കാണുന്നില്ല എന്ന് കരുതി, ഹല്ലേലൂയ, അവന്റെ മേൽ നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിറവേറത്തില്ല എന്നില്ല. അവൻ എന്നും ജീവിക്കുന്ന അബ്രഹാമാണ്. അവൻ എന്നും, ഹല്ലേലൂയ, ജീവിക്കുന്ന ഇസ്ഹാക്കാണ്. അവൻ എന്നും, ഹല്ലേലൂയ, ജീവിക്കുന്ന ജേക്കബാണ്, യാക്കോബാണ്. അതുകൊണ്ട് അവന്റെ മേൽ നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങള്, ഹല്ലേലൂയ, നിന്നെ ഒരു വലിയ ജാതിയാക്കും, നിന്നെ ഒരു വലിയ ദേശമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തങ്ങൾ ജീവിക്കുന്ന വാഗ്ദത്തങ്ങളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മോശെ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാ. നീ മരിച്ചു എന്ന് പറഞ്ഞ് നടന്നാലും, നീ ഏതുമില്ല എന്ന് പറഞ്ഞാലും ഞാൻ ചിലത് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഹല്ലേലൂയ. ആദ്യമായിട്ട് മോശയോട് പറയുകയാണ്, നീ മരിച്ച അവസ്ഥയിലായിരുന്നു തോന്നിയാലും ഞാൻ പറയട്ടെ, ഞാൻ ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ഏത് അവസ്ഥയായിരുന്നാൽ തന്നെയും, മരിച്ചുപോയി എന്ന് തോന്നുന്ന അവസ്ഥയായ തന്നെയും, ദൈവത്തിന് അവിടെ നിന്ന് വിടുതൽ തരുവാൻ, ഹല്ലേലൂയ, അവൻ പ്രാപ്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതിന് 14-ാം വാക്യത്തില് ദൂതൻ പറഞ്ഞു, അതിന് ദൈവം മോശയോട്, അവൻ ചോദിച്ചു, മോശ ചോദിക്കുകയാണ്, ഞാൻ ഇസ്രായേൽ ജനത്തോട് ഞാൻ ദൈവത്തെ കണ്ടു എന്ന് പറയുമ്പോൾ അവർ എന്നോട് ചോദിക്കുന്നു, നിന്റെ പേരെന്താ? അപ്പൊ ഞാൻ എന്തു പറയണം? ഹല്ലേലൂയ. ദൂതൻ പറഞ്ഞു, നീ പറഞ്ഞാൽ മതി, I am who I am. ഹല്ലേലൂയ. ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്ന് വെച്ചാല് എന്നെ ഞാൻ തന്നെ ആക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് അപ്പുറമായിട്ട് ആരുമില്ല. ഹല്ലേലൂയ. ഞാൻ ആദ്യനും അന്ത്യനുമാണ്. വേറൊരു നാമം പറയാനില്ല. ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശേ, നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവം ആരാണെന്ന് ചോദിച്ചാൽ നീ പറയേണ്ട ഉത്തരം ഇത് തന്നെയാണ്, ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇനി വേറെ ഒരു പേരിട്ടിട്ട് കമ്പയർ ചെയ്യാനില്ല. നീ മനസ്സിലാക്കണം, നീ, ഹല്ലേലൂയ, വർഷങ്ങൾക്ക് മുന്നമേ എന്നെ കണ്ടുകൊണ്ടാ ഇവിടെ ഇറങ്ങിയതെങ്കിൽ, ഹല്ലേലൂയ, എന്റെ കഷ്ടങ്ങൾ കണ്ടുകൊണ്ടാ നീ ഇവിടെ ഇറങ്ങിയതെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ ആ ദൈവം തന്നെയാ. സ്തോത്രം.
നിനക്ക് ഹല്ലേലൂയ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ മരിച്ചവരുടെ ദൈവമല്ല. ആദ്യമായിട്ട് മോശയുടെ ദൈവത്തിന് പറയാനുള്ളത് ഞാൻ ജീവിക്കുന്നവരുടെ ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ നിന്റെ മേൽ വീണിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഉണ്ടല്ലോ, നീ യേശുവിനെ കണ്ടുകൊണ്ട് ഇറങ്ങി എന്ന് പറയുന്നുണ്ടല്ലോ, അതെല്ലാം ജീവനുള്ള വാഗ്ദത്തങ്ങളാണ്. അത് ഒരിക്കലും മരിച്ചു പോകുന്ന വാഗ്ദത്തങ്ങളല്ല. കാരണം ഞാൻ ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ അത് ജീവനുള്ളവയാണ്. ഇസ്ഹാക്കിന് കൊടുത്തത് ജീവനുള്ളവയാണ്. യാക്കോബിന് കൊടുത്തത് ജീവനുള്ളവയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നവനാണെന്ന് മോശയ്ക്കൊന്ന് പിടികിട്ടി. ഹല്ലേലൂയ. അവിടെ പറയാ അവന് അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കിയിട്ട് ഒറ്റ ദൂതൻ പ്രത്യക്ഷപ്പെട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ സംസാരിച്ച വിഷയങ്ങൾ അവൻ അങ്ങ് ശരിക്കും ഏറ്റെടുത്തു. ആമേൻ. ഹല്ലേലൂയ. മരിച്ചു പോയതിനടുത്ത് ജീവൻ വന്നവനായി പോയെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവനെ അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി വെച്ചിട്ടാ അവനെ തിരിച്ചയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. ഹല്ലേലൂയ. ആ ദൈവമാ ഇന്നും നമ്മുടെ ദൈവമായിട്ട് ഇരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മെ ഹല്ലേലൂയ ലോകത്തിന്റെ ആരംഭത്തിന് മുന്നേ കണ്ട് ഇന്ന് യേശുവിനെ അറിയുവാനുള്ള പ്രാഗൽഭ്യം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവൻ നമ്മെ വിളിച്ചതാ. ഹല്ലേലൂയ. യേശുവിനെ അന്ന് ഹല്ലേലൂയ മോശ കണ്ട് ഇറങ്ങിയതുപോലെ നാം ഇന്ന് യേശുവിനെ കണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. അത് ജീവനുള്ള പ്ലാനാണ്. ഹല്ലേലൂയ. സ്തോത്രം. രണ്ടാമതായിട്ട് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഇത് പറഞ്ഞതിന്റെ കാര്യം ആദ്യം ജീവിക്കുന്ന ദൈവമാണ്, ജീവനുള്ളവരുടെ ദൈവമാണ്. ഹല്ലേലൂയ. മരിച്ചവരുടെ ദൈവമല്ല എന്ന് ഉറപ്പിക്കാനായിട്ടാണ് ഈ വാക്യങ്ങൾ ആദ്യം ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് യേശു ആ വാക്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഹല്ലേലൂയ മരിച്ചവർ പുനരുത്ഥാനമുണ്ട് എന്ന് പുതിയ നിയമത്തിൽ സ്ഥാപിച്ചതിന്റെ കാരണം. രണ്ടാമതായി ഹല്ലേലൂയ അബ്രഹാം റെപ്രസെന്റ് ചെയ്യുന്നത് ഹല്ലേലൂയ ഒരു കോളിംഗ് ആണ്. അബ്രഹാം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ദൈവം അവനെ വിളിച്ച് ഞാൻ കാണിച്ചു തരാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോവുക. ഒരു ദൈവത്തിന്റെ ഒരു വിളിയെ കാണിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ഹല്ലേലൂയ ഈ ബിംബങ്ങളും അന്യ ദൈവങ്ങളെയും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഭവനത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ച് വേർതിരിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവമാണെന്ന് പറയുമ്പോൾ നീ ഒന്ന് മനസ്സിലാക്കണം, നിന്നെയും വിളിച്ച് വേർതിരിച്ച ദൈവമാണ് ഞാൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്. ഞാൻ ഹല്ലേലൂയ ഒരു ചാൻസും ഇല്ലാതിരുന്നിടത്ത് നമ്മെ അവൻ വിളിച്ചതാ. അതുകൊണ്ട് നമുക്ക് പറയുവാനുണ്ട്, അവൻ എന്റെ ദൈവമാണ്. ഞാൻ ഈ ദൈവത്തെ അറിയേണ്ട ആ വ്യക്തി അല്ലായിരുന്നു, എന്നാൽ ജീവനുള്ള ദൈവത്തെ അറിയത്തക്കവണ്ണം അവൻ എന്നെ വിളിച്ചു. അതുകൊണ്ട് ഈ ദൈവം അബ്രഹാമിന്റെ ദൈവമാണ്. അവന് ആദ്യമായിട്ട് വിളിക്കപ്പെട്ടത് അല്ലെ. വേറെ എത്രയോ പ്രമുഖരായ വ്യക്തികളെ നമുക്ക് പഴയ നിയമത്തിൽ കാണും. എന്നാൽ അവിടെ പ്രതിപാദിപ്പിക്കുന്നത് ആരുടെ പേരാണ്? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. ഹല്ലേലൂയ. ഇനി ഇസ്ഹാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ എന്താണ് ആദ്യം വരുന്നത്? ഒരു യാഗം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു യാഗത്തെ ഓർമ്മ വരുന്നുണ്ടല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ ഓർക്കുന്നുണ്ടല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇസ്ഹാക്കിന്റെ ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹല്ലേലൂയ ആ യാഗത്തെ നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഇസ്ഹാക്കിനെ നാം ഒന്ന് ഓർക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അബ്രഹാം തന്റെ മകനെ യാഗം കഴിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ഇസ്ഹാക്ക് ജീവിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇസ്ഹാക്ക് എന്ന് പറയുമ്പോൾ ഒരു യാഗം. ഹല്ലേലൂയ. ആ യാഗം പിന്നീട് നമുക്കറിയാം, നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട ഒരു കുഞ്ഞാടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ ഒന്ന് വന്നോണം. ഹല്ലേലൂയ. ഒരു യാഗവസ്തു ഹല്ലേലൂയ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഒരുവൻ യാഗമായിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഒരു ഹല്ലേലൂയ ഒരു ദൈവപുത്രൻ യാഗമായിട്ടുണ്ട്. ഒരു ആട്ടിൻകുട്ടി നമുക്ക് വേണ്ടി യാഗമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വേദഭാഗം വായിച്ചാൽ നമുക്കറിയാൻ പറ്റും. അവിടെ പറയുക, നീ ആ ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചതിന് ശേഷം അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറയുക, നീ നിന്റെ മകനെ എനിക്ക് തരുവാനായിട്ട് മടിക്കായിക, ഞാൻ പറഞ്ഞിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും നിനക്ക് ഇതാ കിടക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ.
അവിടെ നിന്നാണ് നമ്മുടെ അനുഗ്രഹം. ഹല്ലേലൂയ. ദൈവത്താൽ വിളിക്കപ്പെടുന്ന അബ്രഹാമിന്റെ ദൈവം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, നാം ഹല്ലേലൂയ ജാതികളായിരുന്ന നമ്മെ, ഹല്ലേലൂയ യോഗ്യരല്ലായിരുന്ന നമ്മെ വിളിച്ച് വേർതിരിച്ച ദൈവം. ഇസ്ഹാക്കിന്റെ ദൈവം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒരുവൻ യാഗമായി തീർന്നിട്ടുണ്ട്. നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾ നീക്കുവാനായിട്ട്, നമ്മുടെ പാപം നീക്കുവാനായിട്ട് ഒരുവൻ യാഗമായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് യാക്കോബ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ യാക്കോബിന്റെ ദൈവമാണ്. സ്തോത്രം. യാക്കോബിന്റെ ദൈവം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യാക്കോബ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ ഓർമ്മ വരും. ഒന്ന്, അവൻ ജനിക്കുമ്പോൾ തന്നെ ചേട്ടനെ പറ്റിച്ചിട്ടാ പുറത്തു വരുന്നത്. ഹല്ലേലൂയ. ചേട്ടന്റെ കാലം പിടിച്ചുകൊണ്ടാ, നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാ ഹല്ലേലൂയ യാക്കോബ് വരുന്നത്. രണ്ടാമത് ഹല്ലേലൂയ ഒരു നല്ല പായസം ഉണ്ടാക്കിയിട്ട് ചേട്ടന്റെ ഹല്ലേലൂയ സ്തോത്രം ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു. യാക്കോബ് എന്ന് പറയുമ്പോൾ ഇതാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. മൂന്നാമതായിട്ട് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നല്ല അമ്മയും കൂടി ചേർന്നിട്ട് ഹല്ലേലൂയ നല്ല നല്ല ആട്ടിനോമം കൊണ്ടുള്ള നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അപ്പനെ കണ്ടു കാണാത്ത അപ്പനെ പറ്റിച്ചിട്ട് അനുഗ്രഹം മുഴുവനും വാങ്ങി. നമ്മൾ ചിലപ്പോഴൊക്കെ അങ്ങനെ തന്നെ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ യാക്കോബിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. നീ ഒരുപക്ഷെ നിന്റെ സ്വന്തം നീ നോക്കിയാല് ഒരുപക്ഷെ ആരും ഹല്ലേലൂയ നീ നല്ലത് എന്ന് പറയത്തക്ക രീതിയിൽ നീ നല്ലവനായിരിക്കത്തില്ല. എന്നാൽ ഞാൻ യാക്കോബിനെ കണ്ട ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തുതിക്കുന്നു. ഞാൻ യാക്കോബിന്റെ ദൈവമാണ്. നീ ഇപ്രകാരം എല്ലാം ആയിരുന്നാലും, ചേട്ടനെ മുറുകെ പിടിച്ച് വന്നാലും, ഹല്ലേലൂയ അതുപോലെ തന്നെ നീ ചേട്ടനെ പറ്റിച്ച് നിന്റെ ജ്യേഷ്ഠാവകാശം കൈക്കലാക്കിയാലും, അപ്പന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും തട്ടിയെടുത്താലും അവനൊരു ഗുണമുണ്ട്. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ദൂതനോട് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. സ്തോത്രം. ഇതൊക്കെ ഉണ്ടെങ്കിലും ദൈവമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. അനുഗ്രഹം എവിടെ നിന്ന് വരുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അവന്റെ പേര് ജേക്കബ്, ജാക്കോബ് എന്നുള്ളത് മാറ്റിയിട്ട് അവനെ ഇസ്രായേൽ, അവനൊരു വലിയ ജനത എന്ന് വിളിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവൻ കണ്ടാൽ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു നല്ല ക്യാരക്ടർ ആയിട്ടല്ല അവൻ വെളിയിൽ വന്നത്. എന്നാൽ ഇന്ന് അവനെ ഒരു ജാതിയാക്കുവാനായിട്ട്, 12 ഗോത്രങ്ങൾ അവനിൽ വരുവാനായിട്ട്, ഒരു ഇസ്രായേൽ ജനത രൂപം കൊള്ളുവാനായിട്ട് ദൈവം അവനെ തിരഞ്ഞെടുത്തു. മോശെ, ഞാൻ അബ്രഹാമിന്റെ ദൈവമാ, വിളിക്കുന്ന ദൈവമാ, ചിലരെ വിളിക്കുന്ന ദൈവമാ. ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവമാ, ചിലർക്ക് വേണ്ടി ഒരു യാഗവസ്തുവായ ദൈവമാ. ഞാൻ യാക്കോബിന്റെ ദൈവമാ, നിന്നെ അനുഗ്രഹിക്കുന്ന, നിന്നെ ഒരു ജനതയാക്കുന്ന ദൈവമാ. നിന്റെ മിടുക്ക് കൊണ്ടല്ല, നിന്റെ നല്ല ഗുണങ്ങൾ കൊണ്ടല്ല, മറിച്ച് ഹല്ലേലൂയ ഞാൻ നിന്റെ മേൽ എന്റെ കൃപ ചൊരിഞ്ഞത് കൊണ്ട് ഞാൻ നിന്നെ ഒരു ജനമാക്കി മാറ്റുന്ന ദൈവമാ. യാക്കോബിന്റെ ദൈവമാ. മോശയ്ക്ക് ഹല്ലേലൂയ ചുരുങ്ങിയതാണെങ്കിലും മോശയ്ക്ക് അത് പിടികിട്ടി. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിന് 36-ാം വാക്യം വായിച്ചോട്ടെ. അവർ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ട് കണ്ടോ, തന്നെ അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി വെച്ചു. മാത്രവുമല്ല 36-ാം വാക്യം പറയുന്നത് അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും നോക്കണേ, മിസ്രയീം കാണിക്കുന്നത് ഒരു വീണ്ടെടുപ്പ് ആവശ്യമുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ദൈവം തന്റെ ജനത്തെ വിളിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ അബ്രഹാമിന്റെ ദൈവമാ, ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോൾ, മിസ്രയീമിൽ നീ അടിമത്തത്തിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ അവിടെ നിന്ന് വിളിച്ചതാ. ഞാൻ നിന്നെ അവിടെ നിന്ന് വിളിച്ചതാ. സ്തോത്രം. അത് മോശയ്ക്ക് മനസ്സിലാക്കിയപ്പോൾ തന്റെ ജീവിതത്തിൽ അവനത് അപ്ലൈ ചെയ്യുകയാണ്. തന്നെ അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി വെച്ചപ്പോൾ ദൈവം, എനിക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവം, മുൾപ്പടർപ്പിൽ എനിക്ക് പ്രത്യക്ഷനായ ദൈവത്തെ ഞാൻ മനസ്സിലാക്കി. അവൻ അബ്രഹാമിന്റെ ദൈവമാണ്, അവൻ ഇസ്ഹാക്കിന്റെ ദൈവമാണ്, അവൻ യാക്കോബിന്റെ ദൈവമാണ്. അതുകൊണ്ട് എന്നോട് കൂടെയുള്ളവൻ അബ്രഹാമിന്റെ ദൈവമാണ്, ഇസ്ഹാക്കിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ്, അബ്രഹാമിന്റെ ദൈവമാണ്. അതുകൊണ്ട് അവൻ ഹല്ലേലൂയ ചില വ്യക്തികളെ തിരഞ്ഞെടുത്ത് വിളിക്കുന്ന ദൈവമാണ്. മോശയ്ക്ക് മനസ്സിലായി, ഈ മിസ്രയീം ജനത്തിൽ നിന്ന് ഹല്ലേലൂയ തന്റെ ജനത്തെ അവൻ ഹല്ലേലൂയ വിളിച്ച് വേർതിരിക്കുന്ന ദൈവമാണ്.
അബ്രഹാമിന്റെ ദൈവമാണ്, ഇസാക്കിന്റെ ദൈവമാണ്. യാഗമാ ഓർമ്മ വരുന്നത്. അതിനിവിടെ പറഞ്ഞിരിക്കുന്നത് ചെങ്കടൽ കൂടെയും അവൻ കടത്തി. ചെങ്കടൽ കൂടെയും 36 വാക്യം പറയുന്നു, ചെങ്കടൽ കൂടെയും. ഹല്ലേലൂയ. ഒരു യാഗമാണ്. ചിലതിന് ശത്രുക്കളെ കൊന്ന് ഹല്ലേലൂയ നമ്മെ ജീവിപ്പിക്കുന്നതാണ്. സ്തോത്രം. നമുക്ക് എതിരായിരുന്ന സകലത്തെയും ഹല്ലേലൂയ മൂടിയിട്ട ശാപത്തെയും ഹല്ലേലൂയ നമുക്കെതിരായുള്ള പാപത്തെയും ശത്രുവിന്റെ എല്ലാ ഹല്ലേലൂയ അവന്റെ തന്ത്രങ്ങളെയും അവിടെ അടക്കിയിട്ട്, ഫറവോനെയും ശത്രുവിനെ മുഴുവനെയും അടക്കിയിട്ട് നമ്മെ വിടുവിച്ചതാ. അതാ ചെങ്കടൽ കാണിക്കുന്നത്. മോശെ ചെങ്കടലിലൂടെ നടത്തി. മിസ്രയീമിൽ നിന്ന് അവർ വിടുവിച്ചു, ചെങ്കടലിലൂടെ അവർ നടത്തി. നമുക്കറിയാം, നമ്മുടെ കർത്താവിനോട് നാം ചേരുന്നത് സ്നാനത്തിലൂടെയാണ്. ഹല്ലേലൂയ. നമ്മുടെ രക്ഷിതാവിനോട് നാം ചേരുന്നത് സ്നാനത്തിലൂടെയാണ്. ചെങ്കടൽ കൂടെ അവർ കടന്നത് സ്നാനത്തിന് ഒരു മുൻകുറി എന്ന് നാം വായിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഈ ചെങ്കടലിലൂടെ നടത്തിയത് ഇസ്ഹാക്കിന്റെ ദൈവമാണ്. ഒരു യാഗം നമുക്ക് ഓർമ്മ വരുന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നത്. സ്തോത്രം. മൂന്നാമതായി ഹല്ലേലൂയ, അവൻ യാക്കോബിന്റെ ദൈവം, ഒരു ജനത്തിന്റെ ദൈവമാണ്. വളരെയധികം പിറുപിറുപ്പും എല്ലാം ഉണ്ടായെങ്കിലും മരുഭൂമിയിൽ 40 വർഷം അവരെ നടത്തി. ഞാൻ യാക്കോബിന്റെ ദൈവമാണ്. സ്തോത്രം. ആ ജനത്തെ വിളിച്ച് ആ ചെങ്കടലിലൂടെ കടത്തി ശത്രുക്കളെ മാറ്റി അകറ്റി നിന്നെ ഒരു വലിയ ജാതിയാക്കി. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ അബ്രഹാമിന്റെ ദൈവമാ, ഇസ്ഹാക്കിന്റെ ദൈവമാ, യാക്കോബിന്റെ ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ അവനെ രണ്ടാമത്തെ കാര്യം പിടികിട്ടി. സ്തോത്രം. അവനോട് കൂടെ നിന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ ചിലരെ വിടുവിക്കുവാനായിട്ട്, ആമേൻ, അബ്രഹാമിന്റെ ദൈവത്തോട് കൂടെ നിന്ന് കഴിഞ്ഞാൽ ചിലരെ വിടുവിക്കുവാനായിട്ട് സ്തോത്രം അവൻ എന്നെ ഉപയോഗിക്കും. യാക്കോബിന്റെ ദൈവമായിട്ട് ഇസാക്കിന്റെ ദൈവമായിട്ട് നിന്നാൽ എനിക്കറിയാം ഒരു യാഗവുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അവൻ ചെങ്കടലിലൂടെ എന്നെ കടത്തും. ആമേൻ. ഹല്ലേലൂയ. ഒരു വലിയ യാഗവുമായിട്ട് എന്നെ ബന്ധിപ്പിക്കും. അതുകൊണ്ട് ഈ മോശെ അവരെ ജയത്തോടെ ചെങ്കടലിലൂടെ നടത്തി. മാത്രമല്ല 40 വർഷക്കാലം അവൻ മരുഭൂമിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അതിശയങ്ങളും. വായിച്ചാൽ 36 വാക്യം. അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ടാ ദൈവമക്കളെ ഇന്ന് നാം മരുഭൂമി യാത്രയിലായിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് പറയാനുള്ളത് ഇതാണ്, ഞാൻ അബ്രഹാമിന്റെ ദൈവമാ, നിന്നെ വിളിച്ചത് ഞാൻ. സ്തോത്രം. ഒരിക്കലും യോഗ്യനായിരുന്ന സ്തോത്രം നിങ്ങളെ വിളിച്ചത് ഞാൻ അബ്രഹാമിന്റെ ദൈവമാ, ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവമാ. നിനക്ക് വേണ്ടി ഒരു യാഗം ചെയ്തു വെച്ചിട്ടുണ്ട്. നീ സ്നാനപ്പെട്ടപ്പോൾ, നമ്മൾ ഓരോരുത്തരും സ്നാനപ്പെട്ടപ്പോൾ നാം അവനോട് ചേർന്നു. നാം ഇസ്ഹാക്കിന്റെ ദൈവമാണ്. നാം ഇസ്ഹാക്ക് മരിച്ച് ഉയർത്തെഴുന്നേൽക്കേണ്ടിടത്ത് അല്ലെങ്കിൽ മരിച്ചു പോകേണ്ടിടത്ത് അവൻ ഒരു ആട്ടിൻകുട്ടിയെ ബദലായിട്ട് തന്ന് ഇസ്ഹാക്കിനെ അവൻ രക്ഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും അതാ നടന്നത്. നാം മരിക്കേണ്ടിടത്ത് അവൻ നമുക്ക് പകരമായിട്ട് കാൽവരി യാഗമായിട്ട് ഇപ്പോൾ നമ്മെ അവന്റെ മണവാട്ടിയായിട്ട്, ഒരു ജനതയായിട്ട്, രാജകീയ പുരോഹിത വർഗമായിട്ട്, ഒരു ഹല്ലേലൂയ ഹോളി നേഷൻ ആയിട്ട് നമ്മെ അവൻ മാറ്റിയിരിക്കുന്നു. മരുഭൂ യാത്ര അല്ലെ, നാം ഇപ്പോൾ ആയിരിക്കുന്ന മരുഭൂ യാത്രയിലും നമ്മെ നടത്തുവാൻ യാക്കോബിന്റെ ദൈവം മതിയായവനാണ്. അവൻ യാക്കോബിന്റെ ദൈവം മതിയായവനാണ്. നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികൾ കൊണ്ടല്ല, മറിച്ച് അവന് നമ്മോട് ദയ തോന്നിയത് കൊണ്ട്, തന്റെ ജനത്തെ കുറിച്ചുള്ള അവന്റെ ഉദ്ദേശം സാധ്യമാക്കേണ്ടതിന് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു. നമ്മെ ഒരു ജാതിയാക്കിയിട്ട് ഇന്ന് ചെയ്യും എന്ന് പറയുമ്പോൾ, ദൈവം മോശയുടെ കാലത്ത് അതിശയങ്ങളും അടയാളങ്ങളുമായിട്ട് അവന് നടത്തിയെങ്കിൽ ഇന്നത്തെ മരുഭൂ യാത്രയിലെ ഹല്ലേലൂയ സിയോനെ നോക്കിയിട്ടുള്ള നമ്മുടെ യാത്രയിലെ അവൻ നമ്മെ എത്രമാത്രം അതിശയങ്ങളും അടയാളങ്ങളും തന്ന് നമ്മെ വഴി നടത്തും. ഹല്ലേലൂയ. സ്തോത്രം. അവൻ അബ്രഹാമിന്റെ ദൈവമാണ്, അവൻ യാക്കോബിന്റെ ദൈവമാണ്, അവൻ ഇസ്ഹാക്കിന്റെ ദൈവമാണ്. സ്തോത്രം. മോശെ നീ ബലപ്പെട. ഈ പ്രത്യക്ഷപ്പെട്ട
ഈ ചില വാക്കുകൾ പറഞ്ഞപ്പോൾ അവന്റെ അധികാരം വീണ്ടെടുക്കുവാനിടയായി തീർന്നു. അവൻ ഹല്ലേലൂയ മരിച്ച അവസ്ഥ മാറുവാനിടയായി തീർന്നു. തന്നോട് കൂടെയുള്ള ദൈവത്തെ അവൻ മനസ്സിലാക്കുവാൻ കഴിയും. മാത്രമല്ല മൂന്നാമതായി നമ്മൾ എബ്രായരുടെ ലേഖനം മുന്നമേയായിട്ട് സ്തോത്രം ഈ ദൈവത്തിന്റെ ഈ ശക്തി മോശയ്ക്ക് മനസ്സിലായതുപോലെ മോശ മനസ്സിലാക്കി അബ്രഹാമിന്റെ ദൈവം ആരാണ്, ഇസാക്കിന്റെ ദൈവം ആരാണ്, അതുപോലെ വേറെ ഒരു ഭാഗത്തു കൂടെ ഒരു ദൈവദാസൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചതായിട്ട് നമുക്ക് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് എടുത്താട്ടെ. ഏലിയ പ്രവാചകൻ ബാലിന്റെ പ്രവാചകനുമായിട്ട് അവിടെ വന്നു നിന്നുകൊണ്ട് ഒരു സംഘർഷ ഘട്ടത്തിൽ മോശയ്ക്ക് പ്രത്യക്ഷനായി താൻ മരിച്ചുപോയി, അല്ലെങ്കിൽ ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്ന അവസ്ഥയിൽ പ്രത്യക്ഷനായി അവനെ ബലപ്പെടുത്തി, അവനെ ആരാക്കിയെന്ന് പറഞ്ഞ് അവനെ അധികാരിയും വീണ്ടെടുപ്പുകാരനുമായിട്ട് അയച്ചു. ഇത് മനസ്സിലാക്കിയ ഏലിയ പ്രവാചകൻ ജീവിക്കുന്നവനായ ദൈവമുണ്ട് എന്ന് ആ വാക്കുകളിലൂടെ ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്, ഇസാക്കിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ് എന്ന് മോശയോട് പറഞ്ഞ വാക്കുകളിൽ ജീവിക്കുന്ന ദൈവത്തെ കണ്ട ഏലിയാവ് 1 രാജാക്കന്മാർ 18-ാം അധ്യായം അതിന്റെ 36-37 വാക്യം. കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്ന് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരുന്നു. അന്ന് ബാലിന്റെയും അശേര പ്രോഫറ്റ്സും ആയിട്ട് 850 പ്രവാചകന്മാർ തങ്ങളെ തന്നെ ബുദ്ധിയും മുറിവേൽപ്പിച്ചു സ്വർഗത്തിൽ നിന്ന് തീയിറക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അത് കഴിയാതെ പോയി പരാജയപ്പെട്ടപ്പോൾ ഏകനായി നിന്നുകൊണ്ട്, സ്തോത്രം, ഏകനായി നിന്നുകൊണ്ട് 450 പ്രോഫറ്റ്സ് വേറെ നിൽക്കുന്നു, ഇപ്പുറത്ത് ഏകനായിട്ട് ഹല്ലേലൂയ ആ യാഗപീഠത്തിന് ചുറ്റും വെള്ളം ഒഴിച്ച് വെള്ളം അതിന് ചുറ്റും ഹല്ലേലൂയ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ഹല്ലേലൂയ നീ ഇങ്ങനത്തെ പ്രതിസന്ധിയിൽ എനിക്ക് ഒരാളെ പരിചയമുണ്ട്. ഹല്ലേലൂയ ഇങ്ങനത്തെ പ്രതിസന്ധിയിൽ ഹല്ലേലൂയ 850 ഹല്ലേലൂയ 1 എന്ന് പറയുന്ന ഈ സംഖ്യ കണക്കിൽ ഹല്ലേലൂയ എന്നോട് കൂടെ നിൽക്കുവാൻ എനിക്ക് ഒരുവൻ മതി. അവന്റെ പേരാണ് അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. ആമേൻ, ഹല്ലേലൂയ. അത് മനസ്സിലാക്കിയ ഏലിയ പ്രവാചകൻ പറയുകയാണ്, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ പകരം അവിടെ ഇസ്രായേലിന്റെയും ദൈവമായിരിക്കുന്ന യഹോവേ, ഇന്ന് നീ ഉത്തരം അരുളണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഏത് പ്രതിസന്ധിയിലും ഉത്തരം തരുന്ന ഒരു ദൈവമാണ് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയ്ക്ക് മനസ്സിലായതുപോലെ ഏലിയാവിന് മനസ്സിലായി, ഉത്തരം തരുവാൻ ഒരു ദൈവമുണ്ട്, ഇന്നും ജീവിക്കുന്ന ദൈവം, ജീവനുള്ളവരുടെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ഏലിയാവ് പറയുകയാണ്, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ ഇവിടെ ഇറങ്ങി വന്നാട്ടെ. എന്ത് സംഭവിച്ചു? അവിടെ സ്വർഗത്തിൽ നിന്ന് ഹല്ലേലൂയ തീ ഇറങ്ങി സാക്രിഫൈസിനെ എല്ലാം ദഹിപ്പിക്കുകയുണ്ടായി. സ്തോത്രം. യഹോവ തന്നെ ദൈവം എന്ന് അവിടെ കൂടി നിന്നവർ എല്ലാവരും വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവന്റെ പേരാണ് അബ്രഹാമിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങള് ഒരുപക്ഷെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇവിടെ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടാൽ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മധ്യത്തിൽ നിങ്ങൾ ആയിരിക്കുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. വേറെ ഹല്ലേലൂയ ആർക്കും എന്നെ സഹായിക്കാൻ കഴിയത്തില്ല. ഏലിയാവ് പറയുക, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് പറയാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് വിളിക്ക് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തെ. അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. അവൻ വീണ്ടെടുക്കുന്ന
വീണ്ടെടുക്കുന്ന ദൈവമാണ്. അവൻ നിങ്ങളെ ഹല്ലേലൂയ സ്തോത്രം യേശുവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ദൈവമാണ്. അവൻ നിങ്ങളെ ജയത്തോടെ അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും നടത്തുവാൻ പ്രാപ്തിയുള്ള ഒരു ദൈവമാണ്. സ്തോത്രം. നമ്മുടെ കർത്താവിൽ ഒന്ന് കൈകൾ ഉയർത്തുന്ന സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയവനായ നമ്മുടെ ഏത് സാഹചര്യത്തിലും നമുക്ക് തോന്നുന്ന ഇനിയും മാറത്തില്ലെന്ന് തോന്നുന്ന വിഷയങ്ങളുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് അത് കഴിയും. ഹല്ലേലൂയ. മോശയുടെ ജീവിതം വിളിച്ചറിയിക്കുന്നത് ഹല്ലേലൂയ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൈവത്തിന് നിന്നെ ഞങ്ങൾക്ക് അധികാരിയും രക്ഷിതാവുമാക്കിയത് ആര് എന്ന് ചോദിച്ചിടത്ത് ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. അവനെ അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി വെച്ചു. ഏലിയാവ് ഇനി ഒരു രക്ഷയില്ല, ഇവിടെ രക്ഷപ്പെടുവാൻ ഈ ദൈവം ഇറങ്ങിയേ പറ്റത്തുള്ളൂ. അവിടെ ഉത്തരം വരുന്ന ഒരു ദൈവം നമ്മുടെ ഏത് സാഹചര്യത്തിലും നമുക്ക് ഉത്തരം വരുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. സ്തോത്രം. എബ്രായർ 11:16 സ്വർഗീയമായി അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരിക്കുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ആമേൻ. മൂന്നാമതായി എന്തുകൊണ്ടാ ഈ ദൈവം പറയുന്നത് ഞാൻ അബ്രഹാമിന്റെ ദൈവമാ, ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവമാ, ഞാൻ യാക്കോബിന്റെ ദൈവമാ എന്ന് പറയാൻ കാരണം എന്താ? 16 എന്താ പറയുന്നത്? അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ. സ്തോത്രം. അവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. അബ്രഹാമിന്, ഇസ്ഹാക്കിന്, യാക്കോബിന്, ദാവീദിന് ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. അവൻ നല്ലതിനെ ഹല്ലേലൂയ അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. സ്വർഗീയമായ ചിലതിനെ അവർ മുന്നിൽ കണ്ടുകൊണ്ട് അവർ മുന്നോട്ട് പോയത് കൊണ്ടാ അവർ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ അബ്രഹാമിന്റെ ദൈവമാ, യാക്കോബിന്റെ ദൈവമാ, ഞാൻ ഹല്ലേലൂയ ഇസ്ഹാക്കിന്റെ ദൈവമാ എന്ന് ദൈവം പറയുവാൻ തുനിഞ്ഞതിന്റെ കാരണം. ഹല്ലേലൂയ. മോശയ്ക്ക് മനസ്സിലായി, ഞാൻ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നോക്കി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് രക്ഷയില്ല. എന്നാൽ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്വർഗീയമായതിനെ ലക്ഷ്യമാക്കിയിട്ട് ആരെല്ലാം മുന്നോട്ട് പോകുന്നു അവരോട് കൂടെ പോകുന്ന ദൈവം. ആമേൻ. മോശ അന്ന് അധികാരിയാക്കി വെച്ചു. ഹല്ലേലൂയ. മിദ്യാനിൽ നിന്ന് അവൻ ഓടി ഫറവോന്റെ അടുത്തോട്ട്, തന്റെ ജനത്തിന്റെ അടുത്തോട്ട് പോയി അവരെയും കൂട്ടി. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ചരിത്രം അറിയാവുന്നതാ. ഹല്ലേലൂയ. അവൻ സ്വർഗീയമായ കാഴ്ചപ്പാടുള്ളവരുടെ ദൈവമാ. ഇന്നിവിടെ ആരൊക്കെ ഉണ്ട്? എന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു, അത് കഴിഞ്ഞു, ഇത് ആയി, അതുകൊണ്ട് ഞാൻ ഇനി ഇല്ല എന്ന് പറയുന്നവരോ? അതോ ഹല്ലേലൂയ അല്ല, എനിക്കൊരു സ്വർഗീയമായ കാഴ്ചപ്പാടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ അവസാനിക്കുന്നതല്ല. അങ്ങനെ പറയുവാൻ ചിലരുണ്ടെങ്കിൽ ദൈവം പറയും, ഞാൻ അവരുടെ ദൈവം എന്ന് പറയുവാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ അവരുടെ ദൈവം എന്ന് പറയുവാൻ ഹല്ലേലൂയ ഞാൻ മടിക്കുന്നില്ല. മോശയ്ക്ക് അത് മനസ്സിലായി. ഹല്ലേലൂയ. മോശ അത് ഏറ്റെടുത്തു. അതുകൊണ്ടാ അടുത്ത വാക്യം, നമ്മുടെ കുറിവാക്യത്തിന്റെ താഴെയുള്ള വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം വായിച്ചോട്ടെ. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്ന പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് കണ്ടോ? അവിടെ പറയുകയാണ്, മോശ പറയുകയാണ്, എഴുന്നേൽപ്പിച്ചു തരുമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ ഇസ്രായേൽ മക്കളോട് എന്നെ പോലെ നിങ്ങൾക്ക് ഒരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചു തരും എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. ഹല്ലേലൂയ. അവൻ തന്നെ വരാൻ പോകുന്ന ജനത്തോട് പറയുക. ഹല്ലേലൂയ. ഈ കാഴ്ചപ്പാടാണ് മോശയ്ക്ക് ലഭിച്ചത്. അവൻ ജീവനുള്ള ദൈവമാ, അവൻ മരിച്ചവരുടെ ദൈവമല്ല, ഇന്നും ജീവിക്കുന്നവനാ, ആദ്യനും അന്ത്യനുമാ, എന്റെ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിവുള്ള ദൈവമാ. ഒന്ന്, അവൻ വിടുവിക്കുന്ന ദൈവമാ, വീണ്ടെടുക്കുന്ന ദൈവമാ, എന്നെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ദൈവമാ, എന്നെ മരുഭൂ യാത്രയിൽ എന്നെ നടത്താൻ കേൾപ്പുള്ള ദൈവമാ. അബ്രഹാമിന്റെ ദൈവമാ, ഇസ്ഹാക്കിന്റെ ദൈവമാ, യാക്കോബിന്റെ ദൈവമാ. മൂന്നാമതായി ഹല്ലേലൂയ സ്തോത്രം,
ഒരു സ്വർഗീയമായതിനെ ലക്ഷ്യം വെച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിയുണ്ടോ? ആ വ്യക്തിയുടെ ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ടാ അബ്രഹാമിന്റെ ദൈവം എന്ന് പറയുന്നത്. അവൻ ഹല്ലേലൂയ സ്വർഗീയമായതിനെ ലക്ഷ്യമാക്കി അവൻ മുന്നോട്ട് പോയി, ഈ ലോകത്തിലുള്ളതിനെയല്ല. അതുകൊണ്ടാ അബ്രഹാമിന്റെ ദൈവം, ഇസാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് പറയുവാൻ ഹല്ലേലൂയ ദൈവം മടിക്കുന്നില്ല. അതുകൊണ്ട് മോശെ പറയുകയാണ്, നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ പോരാ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മാത്രം നോക്കിയാൽ പോരാ, എന്നെ പോലെ ഒരുവനെ ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. സ്തോത്രം. എന്നെ പോലെ ഒരുവനെ നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് അവൻ എഴുന്നേൽപ്പിക്കും. ഞാൻ എന്നെ എഴുന്നേൽപ്പിച്ചത് എങ്ങനെയാ? ഞാൻ എല്ലാം തീർന്നുപോയി, ഞാൻ എല്ലാം നശിച്ചു പോയി. എന്നെ റിജക്റ്റ് ആയ സമയത്ത് അവൻ എന്നെ അധികാരിയും വീണ്ടെടുപ്പുകാരനുമായി വെച്ചു. ഞാൻ റിജക്റ്റഡ് ആയി പോയ സമയത്ത് അവൻ എന്നെ അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി വെച്ചു. എന്നാൽ എന്നെ പോലെ ഒരു പ്രവാചകൻ, ഹല്ലേലൂയ, എന്നെ പോലെ ഒരുവനെ ദൈവം എഴുന്നേൽപ്പിക്കും. അവൻ എങ്ങനെയാണെന്ന് അറിയാം? അപ്പോസ്തലപ്രവൃത്തികൾ തന്നെ. സ്തോത്രം. 3-ാം അധ്യായം പത്രോസ് പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം അതിന്റെ 36-37 വാക്യങ്ങൾ. 2-ാം അധ്യായം 36-37 വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തികൾ. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ ക്രിസ്തുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന്. എന്നെ പോലെ ഒരുവനെ ദൈവം എഴുന്നേൽപ്പിക്കും. ഞാൻ റിജക്റ്റ് ആയിടത്ത് എന്നെ അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി വെച്ചു ഒരു ദൈവം. എന്നാൽ ദൈവം ഒരുത്തനെ എഴുന്നേൽപ്പിക്കും. അവൻ ഹല്ലേലൂയ റിജക്റ്റഡ് അല്ല. അവനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ ക്രൂശിച്ച യേശുവിനെ, അവനെ നിങ്ങൾ കൊന്നുകളഞ്ഞ യേശുവിനെ എന്താക്കുവാനായിട്ട്, ഹല്ലേലൂയ, അവനെ കർത്താവും, അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അവനെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. എന്നെ പോലെ ഞാൻ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടേ ഉള്ളൂ, എന്നെ അവൻ അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി. എന്നാൽ ക്രൂശിക്കപ്പെട്ടവനായ ഒരുവനുണ്ട്, ഹല്ലേലൂയ, അവനെ ദൈവം അധികാരിയും ക്രിസ്തുവുമാക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ടാ പറഞ്ഞത്, എന്നെ പോലെ ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കും. ആ ദീർഘദൃഷ്ടിയിൽ പറയുക, എന്നെ പോലെ ഒരുവനെ അവൻ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ അവനെ ലക്ഷ്യമാക്കി, ഹല്ലേലൂയ, അവന്റെ പ്രത്യേകത എന്താ? അവൻ ക്രൂശിക്കപ്പെട്ടു എങ്കിലും ദൈവം അവനെ ഹല്ലേലൂയ ക്രിസ്തുവും കർത്താവുമാക്കി വെക്കും. യേശുവിനെ ലക്ഷ്യമാക്കിയിട്ട് യേശുവിനോട് കൂടെ കഷ്ടം അനുഭവിക്കുന്ന നല്ലത് എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച മോശ യേശുവിനെ നോക്കി ഇറങ്ങി തിരിച്ചപ്പോൾ ഹല്ലേലൂയ അവന്റെ ചില ഗുണങ്ങൾ മോശയിൽ വ്യാപരിക്കുവാനിടയായി. സ്തോത്രം. ആദ്യം അവന് മനസ്സിലായില്ല. എന്നാൽ മുൾപടർപ്പിൽ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവന് മനസ്സിലായി, ഈ ദൈവത്തിന്റെ ചില ഗുണങ്ങൾ എന്നിലേക്ക് വ്യാപരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവും ക്രിസ്തുവുമായവനെ നോക്കി മുന്നോട്ട് യാത്ര കുതിച്ചപ്പോൾ അവനെ അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി വെച്ചു. സ്തോത്രം. ദൈവമക്കളെ, സ്തോത്രം. അന്ന് മോശെ ക്രിസ്തു വരുന്നതിന് മുന്നമേ പറയുകയാണ്, എന്നെ പോലെ ഒരു പ്രവാചകനെ അവൻ നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ഇന്ന് നമുക്ക് പറയുവാനുള്ളത്, അവൻ കൽവരിയിൽ യാഗമായി തീർന്നു. ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഇന്ന് കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു കഴിഞ്ഞു. ഇന്ന് അവനോട് നാം ചേരുമ്പോൾ, അന്ന് മോശെ ഈ യേശുവിനെ നോക്കിയപ്പോൾ അവനെ അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി വെച്ചെങ്കിൽ ഇന്ന് ഈ യേശുവിനെ, ഹല്ലേലൂയ, ക്രൂശിക്കപ്പെട്ട യേശുവിനെ, നമുക്ക് വേണ്ടി യാഗമായ യേശുവിനെ, ക്രിസ്തുവും കർത്താവുമായിരിക്കുന്ന യേശുവിനെ അവനെ നോക്കി നാം മുന്നോട്ട് പോകുമ്പോൾ അവൻ നമ്മെ മോശയെ റെസ്റ്റോർ ചെയ്തതുപോലെ നമ്മെയും റെസ്റ്റോർ ചെയ്യുവാൻ അവൻ പ്രാപ്തനാണ്. ഹല്ലേലൂയ. മോശയെ വിളിച്ചതുപോലെ അവനെ, ഹല്ലേലൂയ, അവനെ ചില ഉദ്ദേശത്തോടു കൂടെ അവനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, യേശുവിനെ നോക്കിക്കൊണ്ട് ഈ മോശ ഇറങ്ങിയപ്പോൾ
അവനെ ഉയർത്തുവാൻ തക്കവണ്ണം, തക്ക സമയത്ത് അവനെ തിരിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം അവന്റെ മേലെ ഹല്ലേലൂയ ദൈവം വെച്ചിരിക്കുന്ന സകല പ്ലാനുകളും നിറവേറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് ഹല്ലേലൂയ ദൈവത്താൽ പിടിക്കപ്പെട്ടവരായിട്ട്, ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായിട്ട്, സ്തോത്രം, യേശുവിനെ ഹല്ലേലൂയ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദൈവമക്കളായിരിക്കുന്ന നമ്മോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത് ഹല്ലേലൂയ സ്തോത്രം, നാം അവനെ പോലെ ആകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. സ്തോത്രം, യേശുവിനെ പോലെ ആകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ അവന്റെ ആത്മാവിനെ തന്ന് നമ്മെ വീണ്ടും ജീവിപ്പിച്ചെങ്കിൽ, നമ്മുടെ മ്ലേച്ഛതകളെ അവൻ മാറ്റിയെങ്കിൽ നമ്മെ എത്രയധികം അവൻ വീണ്ടെടുപ്പുകാരാക്കിയിട്ട്, അല്ലെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആ പ്ലാനിലോട്ട് നമ്മെ കൊണ്ടുപോയി ഇരുത്തും. നമ്മെ എത്രമാത്രം അധികാരികളാക്കിയിട്ട് നമ്മെ അവൻ വയ്ക്കും. സ്തോത്രം, യേശുവിനെ നോക്കിയിറങ്ങിയ മോശയെ ദൈവം ഇപ്രകാരം ചെയ്തു എങ്കിൽ ഈ യേശുവിനെ ഇറങ്ങി തിരിച്ച നമ്മോട് ഓരോരുത്തരോടും യേശുവിന് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഹല്ലേലൂയ സ്തോത്രം, ഞാൻ നിന്നെ ചില അധികാരം ഏൽപ്പിക്കുവാൻ പോവുകയാണ്. ഞാൻ നിന്നെ ഹല്ലേലൂയ ചിലരുടെ വീണ്ടെടുപ്പുകാരനായിട്ട് കണ്ടിട്ടുണ്ട്. ഇന്ന് നീ ക്ഷീണിച്ച് തളർന്നു പോകാനല്ല, ഹല്ലേലൂയ ഞാൻ നശിച്ചു പോയി, ഞാൻ റിജക്റ്റഡ് ആയി എന്ന് പറഞ്ഞ് കരയാനല്ല, മറിച്ച് ഹല്ലേലൂയ നമ്മെ കുറിച്ച് കർത്താവ് ചിലത് ഉദ്ദേശിച്ചിട്ടുണ്ട്. ചിലർക്ക് വീണ്ടെടുപ്പുകാരായിട്ട്, ഹല്ലേലൂയ സ്തോത്രം, ചിലരെ ഹല്ലേലൂയ ഹല്ലേലൂയ നാശത്തിൽ നിന്ന് വിടുവിക്കുന്നവനായിട്ട്, ചിലർക്ക് ജീവനുള്ള ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നവനായിട്ട് ദൈവം എന്നെയും നിന്നെയും കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ച ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവത്തെ നോക്കിയിട്ടാ നാം ഇറങ്ങുന്നതെങ്കിൽ അവന്റെ ചില ഗുണങ്ങൾ നമ്മിലേക്ക് വ്യാപരിക്കുവാനിടയായിത്തീരും. മോശെ ഹല്ലേലൂയ ആ ദൈവത്തെ ഹല്ലേലൂയ ഫറവോന്റെ ഗുണത്തെക്കാൾ യേശുവിന്റെ കഷ്ടം നല്ലതെന്ന് തിരഞ്ഞെടുത്ത് ആ ലക്ഷ്യം വെച്ച് മുന്നോട്ട് ഇറങ്ങിയപ്പോൾ ആ ദൈവത്തിന്റെ ആ യേശുവിന്റെ ചില ക്വാളിറ്റികൾ അവനിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. അവൻ ഹല്ലേലൂയ ഒരു ജനത്തിന്റെ രക്ഷകനായി തീർന്നു, ഒരു ജനത്തിന് വിടുതലിന് കാരണക്കാരനായി തീർന്നു. ഇന്ന് ആ യേശുവിനെ നോക്കി ഇറങ്ങുന്ന നമുക്ക് ഹല്ലേലൂയ നമ്മളോട് ദൈവത്തിന് പറയാനുള്ളതാണ്. സ്തോത്രം, ഹല്ലേലൂയ ഇനിയൊരു ദൂതൻ പ്രത്യക്ഷപ്പെടുവാനായിട്ട് നാം കാത്തിരിക്കേണ്ട കാര്യമില്ല. സ്തോത്രം, ഇന്ന് ആ ദിവസമാണ്. ഒന്ന് ഏറ്റെടുത്താട്ടെ. മോശെ ചിലത് ആ ഇൻസിഡന്റിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ ഇന്ന ദിവസം ചില കാര്യങ്ങൾ നാം ഇന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ പഴയ അവസ്ഥ മാറി ഹല്ലേലൂയ കർത്താവ് നമ്മെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ആ വലിയ അവസ്ഥയിലേക്ക് അവൻ നമ്മെ നടത്തുവാൻ അവൻ യോഗ്യനാണ്. അവൻ അബ്രഹാമിന്റെ ദൈവമാണ്, അവൻ ഇസ്ഹാക്കിന്റെ ദൈവമാണ്, അവൻ യാക്കോബിന്റെ ദൈവമാണ്. ഇന്നും ഹല്ലേലൂയ സ്തോത്രം അവൻ ജീവിക്കുന്നവരുടെ ദൈവമാണ്. നമ്മെ കുറിച്ചുള്ള അവന്റെ പദ്ധതി, പ്ലാൻ എന്ന് പറയുന്നത് ഇടയ്ക്ക് വെച്ച് ഹല്ലേലൂയ പരാജയപ്പെടുവാനുള്ളതല്ല, മറിച്ച് മോശെ ഇത് മനസ്സിലായപ്പോൾ അവനെ വീണ്ടും അധികാരിയാക്കി മാറ്റിയതുപോലെ നാം ഇന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ദൈവം ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഈ ദൈവത്തെ നോക്കി ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ മോശയുടെ ഹല്ലേലൂയ ജീവിതത്തിൽ പ്രവർത്തിച്ച അതേ ദൈവത്തിന് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പൂർണ്ണമായിട്ട് നാം വിശ്വസിക്കുകയാണെങ്കിൽ ഈ ദൈവത്തിന് ചിലത് നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്യുവാൻ കഴിയും. അവൻ ചില അധികാരങ്ങൾ നമ്മെ ഏൽപ്പിക്കും, ചില ഇടത്തേക്ക് നമ്മെ അവൻ അയക്കും. ഹല്ലേലൂയ നമ്മുടെ അവസ്ഥകളെ അവൻ മാറ്റും, നമ്മുടെ വിഷയങ്ങളെ അവൻ വ്യാപരിക്കുവാൻ അവൻ യോഗ്യനാണ്. ഏറ്റെടുത്താട്ടെ. മോശെ ഒറ്റ ഇൻസിഡന്റ് അവൻ അധികാരിയെ വീണ്ടെടുപ്പുകാരനാക്കി വെച്ചു. ഇന്ന് ഹല്ലേലൂയ ആ ദൈവത്തെ മനസ്സിലാക്കുന്ന മോശ ഇപ്രകാരമായെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കിയ നാം ഓരോരുത്തരും ഹല്ലേലൂയ മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിലെ മരുഭൂമിയിൽ നമ്മെ നടത്താൻ പ്രാപ്തിയുള്ള ആ ദൈവത്തെ ഹല്ലേലൂയ നമ്മെ കുറിച്ചുള്ള ഉദ്ദേശം പൂർണ്ണമായിട്ടും ഹല്ലേലൂയ അതിനെ പരിപൂർണതയിലേക്ക് കൊണ്ടുവരുവാൻ പ്രാപ്തിയുള്ള ദൈവത്തെ അവനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ അവന്റെ ആത്മാവിനെ തന്ന് അവൻ നമ്മെ ബലപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. 40 വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ഞാൻ പരാജയപ്പെട്ടു എന്നുള്ളതിന് ഒരു അടയാളവുമല്ല. മോശയ്ക്ക് പറയാനുള്ളത് അതാണ്. ഒരു 40 വർഷം ഞാൻ ഫറവോന്റെ ഭവനത്തിലായിരുന്നു, ഒരു 40 വർഷം ഞാൻ മിദ്യാനിലായിരുന്നു. എന്നാൽ ഈ നഷ്ടപ്പെട്ടതൊന്നും പോരാ, എനിക്ക് വേണ്ടി ഒരു 40 അവൻ കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ
എന്നെ ജയത്തോടെ ഹല്ലേലൂയ അവന്റെ ഉദ്ദേശത്തിലേക്ക് ഹല്ലേലൂയ കൊണ്ടുപോകുവാൻ ഒരു 40 അവൻ കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് പറയാനുള്ളതാണ്, അയ്യോ 2 ഭാഗവും നഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ദൈവത്തിന്റെ പ്ലാനിൽപ്പെട്ട ഒരു ഭാഗം ഇനിയും ശേഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ പരിപൂർണതയിലേക്ക് പോകുന്ന ഒരു ഭാഗം നമുക്ക് വേണ്ടി വീണ്ടും ശേഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിലേക്ക് നടത്തുവാൻ അവൻ പ്രാപ്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. മോശെ ചോദിക്കും, ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ആ ദേശത്തൊന്ന് കാല് കുത്താൻ പറ്റിയില്ല. ഹല്ലേലൂയ. അല്ലേ? സ്തോത്രം. നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ഒരുപക്ഷെ ഇതാണോ നമ്മുടെ ദൈവം? വലിയവനായ ദൈവം. സ്തോത്രം. സ്തോത്രം. നമുക്ക് ലക്ഷ്യം വേറൊന്ന. അവൻ നമ്മെ നടത്തുന്ന എല്ലാ വഴികളിലൂടെയും നടത്തിയിട്ട് നമ്മുടെ ലക്ഷ്യം സ്വർഗീയമായ ചിലതാ. മോശ അത് ഏറ്റെടുത്തത് കൊണ്ടാണ് മോശയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞത്. എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല. ഞാൻ ചിന്തിക്കാറുണ്ട്, 40 വർഷം ഇത്രമാത്രം ജനത്തെ കഷ്ടത്തോടെ നടത്തിയിട്ട് ആ ദേശത്തൊന്ന് കാലുകുത്താനായിട്ട്. മോശെ പേടിക്കണ്ട, നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഹല്ലേലൂയ. ഞാൻ മോശയുടെ ദൈവമാണെന്ന് പറയുന്നത് ലജ്ജിക്കുന്നില്ല. കാരണം നീ സ്വർഗീയമായ ചിലതിനെ നീ ലക്ഷ്യമാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സ്വർഗീയമായ ചിലതിനെ ഹല്ലേലൂയ ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും. നമ്മെ കുറിച്ച് കർത്താവിനുള്ള പൂർണ്ണ ഉദ്ദേശവും അവൻ സാധ്യമാക്കും. മോശയെ കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം, ആ കനാൻ ദേശം കാണുന്നത് വരെയാണ് അവൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ദൈവം നടത്തി. ഹല്ലേലൂയ. അവനെ വീണ്ടെടുപ്പുകാരനാക്കി വെച്ചു, അവനെ അധികാരിയാക്കി വെച്ചു. ഈ ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ അബ്രഹാമിന്റെ ദൈവമാണ്, അവൻ ഇസ്ഹാക്കിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ്. വന്നാട്ടെ നമുക്ക് ആ പാട്ട് പാടി ഒന്ന് കർത്താവിനെ ആരാധിക്കാം. സ്തോത്രം. എന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും എനിക്കൊരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ സ്തോത്രം. അവൻ അബ്രഹാമിന്റെ ദൈവമാണ്, അവൻ ജീവിക്കുന്ന ദൈവമാണ്, അവൻ ജീവനുള്ളവരുടെ ദൈവമാണ്. അവൻ നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ, പ്രോമിസുകൾ ഒന്നും കെട്ടുപോകുന്നതല്ല. അത് ഹല്ലേലൂയ അതിന്റെ അവസാനം വരെ നിലനിൽക്കുന്നതാണ്. അവൻ അബ്രഹാമിന്റെ ദൈവമാ, ഇസ്ഹാക്കിന്റെ ദൈവമാ, യാക്കോബിന്റെ ദൈവമാ. അവൻ വീണ്ടെടുപ്പുകാരനാ, എന്നെ വീണ്ടെടുത്ത ദൈവമാണ്. ഹല്ലേലൂയ. യേശുവുമായിട്ട് അവൻ ആ ചെങ്കടലിലൂടെ എന്നെ കടത്തിവിട്ടതാ. ശത്രുവിനെ അവൻ ഹല്ലേലൂയ കൊന്നതാ, എന്നെ അവൻ ജീവിപ്പിച്ചതാ. അവൻ ഈ ഹല്ലേലൂയ മരുഭൂയാത്രയിൽ എന്നെ നടത്തുവാൻ അവൻ പ്രാപ്തനാണ്. അവൻ അബ്രഹാമിന്റെ ദൈവമാണ്, ഇസ്ഹാക്കിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ്. മൂന്നാമതായിട്ട് ഹല്ലേലൂയ സ്വർഗീയമായതിനെ ലക്ഷ്യം വെച്ച ചിലരുടെ ദൈവമാണ്. അവൻ അബ്രഹാമിന്റെ ദൈവമാണ്, ഇസ്ഹാക്കിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ്, നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ ഹല്ലേലൂയ ലക്ഷ്യമാക്കിയത് സ്വർഗീയമായ ചിലതിനെയാണ്. അതുകൊണ്ട് എന്റെ ദൈവം എന്നെ വിളിച്ചതിന്റെ അതിന്റെ പൂർണ്ണതയിലേക്ക് അവൻ എന്നെ നടത്തുവാൻ പ്രാപ്തനാണ്. അതുകൊണ്ട് അവൻ എന്റെ ദൈവമാണ്. ഞാൻ ഇവിടെ നിന്ന് ഒച്ച വെച്ചതുകൊണ്ട് അവന്റെ ദൈവമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ചിലർക്ക് ചിലത് കൊടുത്തുകൊണ്ട് ഞാൻ ഹല്ലേലൂയ അവന്റെ ദൈവമാണെന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സ്വർഗീയമായ ചിലതിനെ ഞാൻ ലക്ഷ്യമാക്കിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഈ ദൈവം എന്റെ ദൈവമാണ് എന്ന് പറയുവാൻ അവൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എഴുന്നേൽക്കട്ടെ, നമുക്ക് പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കാം.